ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ ഇന്നിപ്പോൾ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അത്യാവശ്യം നമ്മൾ ഒരു 2 AC ഒക്കെ വയ്ക്കാൻ പറ്റുന്ന വീടാണെങ്കിൽ നമ്മൾ മിനിമം ഒരു 3 ഫേസ് DB എങ്കിലും വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തായാലും 2 AC ഒക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ 3 ഫേസ് കണക്ഷനിലേക്ക് നമ്മൾ മാറേണ്ടത് അത്യാവശ്യമായിട്ട് വരും. കാരണം കണക്റ്റിംഗ് ലോഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ലെവലിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മിനിമം ഒരു 3 ഫേസ് DBയിലേക്കൊക്കെ വരുന്നിട്ട് വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്താണെങ്കിൽ ഒരു 3 ഫേസിൻ്റെ DB വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. 3 ഫേസ് DBയും 3 ഫേസ് മീറ്റർ ബോക്സും വെച്ച് ക്ലിയർ ചെയ്തിട്ടേക്കുക. കണക്ഷൻ എടുക്കുന്ന സമയത്ത് സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താലും മതി. പിന്നീട് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ ജംഗ്ഷനുകൾ ഉപയോഗിച്ചിട്ടാണ് 3 ഫേസ് DBയിൽ വരുന്ന കണക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്കൊക്കെ പോകുന്ന വയറിങ് കാര്യങ്ങളൊക്കെ വെട്ടിപ്പൊടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാം തന്നെ ജംഗ്ഷൻ ബോക്സുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരിക്കലും നമ്മൾ സാധാരണ ജംഗ്ഷൻ, അതായത് PVC ജംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാതിരിക്കുക. അത് നമുക്ക് ഏറ്റവും നല്ലത് PVCയുടെ 4x4 ബോക്സുകൾ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു വയർ കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഒരു PVCയുടെ 4x4 PVCയുടെ ഒരു ബോക്സിലാണെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് മിനിമം ഒരു 3 പൈപ്പെങ്കിലും 3/4 ഇഞ്ചും അതുപോലെ തന്നെ 3/4 ഇഞ്ചാണെങ്കിൽ 4 പൈപ്പും 1 ഇഞ്ച് പൈപ്പാണെങ്കിൽ അതായത് 25 mm പൈപ്പാണെങ്കിൽ ഒരു 3 പൈപ്പും 20 mm പൈപ്പാണെങ്കിൽ ഒരു 4 പൈപ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു 4x4 PVC ബോക്സിൻ്റെ സൈഡിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഫുൾ മൊത്തം ഒരു വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും പൈപ്പുകൾ കൊണ്ടുപോയി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയർ കാര്യങ്ങളൊന്നും അത്ര സർക്യൂട്ട് നമ്മൾ പല പല സ്ഥലങ്ങളിലേക്ക് സെപ്പറേറ്റ് സർക്യൂട്ടുകളാണല്ലോ വലിക്കുന്നത്. സെപ്പറേറ്റ് സർക്യൂട്ടുകൾ നമ്മൾ DBയിലേക്കും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും കിച്ചണിലേക്കൊക്കെ നമ്മൾ വലിക്കുന്ന സമയത്ത് ഈ വയറുകൾ ടൈറ്റ് ആവാതിരിക്കും. അതുപോലെ തന്നെ വയർ ടൈറ്റായി ചൂടാവാതിരിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച പോലെ ഒറ്റ പൈപ്പ് കൊണ്ടുപോയതിന് ശേഷം പതുക്കെ എല്ലാ സ്ഥലത്തേക്കും ഒരു സർക്യൂട്ട് വലിച്ചിട്ടതിന് ശേഷം അതിൽ നിന്ന് ലൂപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സെപ്പറേറ്റ് MCBകൾ കൊടുക്കുക. ഓരോ റൂമിനും സെപ്പറേറ്റ് MCB, വാഷിംഗ് മെഷീൻ്റെ സെപ്പറേറ്റ് MCB കൊടുക്കുക. അതുപോലെ തന്നെ ഹീറ്ററിന് സെപ്പറേറ്റ് MCB കൊടുക്കുക. AC സെപ്പറേറ്റ് MCB കൊടുക്കുക. അപ്പോൾ ഈ സെപ്പറേറ്റ് MCB എന്ന് ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് സർക്യൂട്ടുകളാണ്. അപ്പോൾ അത്രയും സർക്യൂട്ടുകൾ നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ അത്രയും നല്ല രീതിയിൽ തന്നെ പൈപ്പുകൾ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത്, അതായത് വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് നമ്മൾ വയറിങ്ങിൻ്റെ സമയത്ത് പൈപ്പുകൾ അടിച്ചിട്ടാൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാക്സിമം നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും സാധിക്കുള്ളൂ. അതുപോലെ തന്നെ കിച്ചണിലേക്കാണെങ്കിൽ നമുക്ക് മിനിമം ഏകദേശം ഒരു 3 പൈപ്പ് 3 1 ഇഞ്ച് പൈപ്പെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്ത് തരുന്ന ഉത്തമമാണ്. കാരണം നമ്മൾ ഇന്നത്തെ പോലെ പണ്ടത്തെ പോലെയല്ല, കിച്ചൺ എടുക്കും, അത് കഴിഞ്ഞ് പിന്നെ വർക്ക് ഏരിയ എടുക്കും, പിന്നെ അവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള പോയിന്റുകൾ ചിലപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ ഏരിയകളിലായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പൈപ്പ് നമുക്ക് കൊണ്ടുപോകുന്നതിന് 4x4 PVC പൈപ്പ് തന്നെ ഉപയോഗിച്ച് മാക്സിമം പൈപ്പുകൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയർ ചൂടാവുന്ന, ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഉണ്ടാവുന്ന എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഭാവിയിലേക്ക് എത്ര കാലങ്ങളിലേക്കാണെങ്കിൽ യാതൊരു കംപ്ലയിൻസും ഇല്ലാതെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.